അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു യാത്രയെക്കുറിച്ചാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചത്. ഖദീജ ബീവിയുടെ വലിയ കച്ചവട കാഫിലയുമായി വലിയ ലാഭവുമായിട്ട് തിരിച്ചു വന്ന ഒരു കാര്യമാണ് ഇന്നലെ പറഞ്ഞു വെച്ചത്. ഇത് കഴിഞ്ഞെത്തി മൈസറ ഖദീജ ബീവിയോട് കൃത്യമായിട്ട് താൻ അനുഭവിച്ച ആ യാത്രയിൽ അത്ഭുതങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു. മാത്രമല്ല, ആ യാത്രയിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിങ്ങനെയാണ്: ആ യാത്രാ മധ്യ അവർ വിശ്രമിച്ച ഒരു മരം, ആ മരത്തോട് ചേർന്നിട്ട് തന്നെ ഒരു കെനീസുണ്ട്, അല്ലെങ്കിൽ ഒരു സൗമ്യത്തുണ്ട്, ഒരു സൗമ്യ മഠം. പാതിരി താമസിക്കുന്ന മുമ്പ് നമ്മൾ ഇതിന് സമാനമായി ഒന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് മറ്റൊന്നാണ്. ഏതായാലും ഈ മൈസിറയും റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവർ വിശ്രമിച്ച ഈ മരം, ഇതിൻ്റെ പരിസരത്തുള്ള ക്ഷേത്രത്തിൽ നിന്ന് അദ്ദേഹം വന്നു, പുരോഹിതൻ വന്നു. നസ്തൂറ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, നസ്തൂറ. അദ്ദേഹം വന്നിട്ട് മൈസറയോട് ചോദിക്കുന്നുണ്ട്, ഈ ഉറങ്ങിക്കിടക്കുന്നത് ആരാന്ന് ചോദിച്ചു. ഇന്നഹു മുഹമ്മദ് മിൻ ഖുറൈഷ്, ഇത് ഖുറൈശുകളിൽപ്പെട്ട മുഹമ്മദാണ്. ആരുടെ മോനാണ് ചോദിച്ചു. ഇന്നാലിന്നയാളുടെ മോനാണ്. അപ്പം തന്നെ നസ്തൂറ പറഞ്ഞു, ഞാൻ ഇദ്ദേഹത്തിൽ എന്തൊക്കെയോ കൗതുകങ്ങൾ കാണുന്നുണ്ട്. മാത്രമല്ല, ഈ മരത്തണലിൽ ഇന്ന് വരേക്കും വിശ്രമിച്ചവരൊക്കെ പ്രവാചകന്മാരാണ്. ഈ മരത്തണലിൽ ഇതുവരെ വന്നു പോയവരൊക്കെ പ്രവാചകന്മാരാണ്. അപ്പം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഈ കുഞ്ഞ് പ്രവാചകനാകാനിരിക്കുന്ന ആളാണ്. ഞാൻ പഠിച്ച ബൈബിളിൽ കൃത്യമായിട്ട് ഈ പ്രവാചകന്റെ ആഗമനത്തെയും ഉദ്ദേശത്തെയും കൃത്യമായി വിവരിച്ച് എനിക്ക് നല്ല പാഠമുണ്ട്. അതുകൊണ്ട് ഈ കുഞ്ഞ് പ്രവാചകനാകാനേ നിജമുള്ളൂ എന്ന് നസ്തൂറ പറയുന്നുണ്ട്. ഈ ചരിത്ര സംഭവം കൂടെ ഖദീജ ബീവിയോട് ആര് പറയുന്നുണ്ട്? മൈസറ പറയുന്നുണ്ട്. അതോടൊപ്പം അൽ അമീൻ എന്ന് വിളിപ്പേരുള്ള സർവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു തിന്മയിലേക്കും പോകാത്ത, ഇവൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ചില കല്യാണ ഫംഗ്ഷനുകളിൽ പങ്കെടുത്തിരുന്നു പോലും, നിർബന്ധിക്കപ്പെട്ടതിൻ്റെ പേരിൽ. ആ കല്യാണ ഫംഗ്ഷനുകളിലേക്കും ആർമാദവും പിന്നെ ഒച്ചപ്പാടും ബഹളും ഒക്കെ ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ ഡാൻസ് പാർട്ടിയും മറ്റൊക്കെ ഉണ്ടായിരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പരിപാടിയിൽ സംബന്ധിച്ചിരുന്നുവെങ്കിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ കേൾവിക്ക് ശക്തി കുറച്ച് അത് കേൾക്കാൻ കഴിയാത്ത വിധം ഹബീബായ തങ്ങൾ അല്ലാഹു ഉറക്കിയിരുന്നു പോലും. 2-3 തവണ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ 3 തവണയും റസൂലുള്ളാഹി തങ്ങൾ അവിടെ നടന്ന ഒരു പരിപാടിയും കേട്ടിട്ടില്ല എന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും. ഏതായാലും ഖദീജ ബീവിക്ക് വല്ലാത്തൊരു താല്പര്യം. താൻ ഏതായാലും പിന്നെ വിവാഹമോചിതയായിട്ട്, അല്ലെങ്കിൽ 2 ഭർത്താക്കന്മാരെ വിട്ട് ഒന്ന് മരണപ്പെട്ടതാണ്, ഒറ്റയ്ക്കിരിക്കുകയാണ്. ഈ സമയത്ത് തനിക്ക് ഒരു വിവാഹമായാൽ എന്താ, അത് മുഹമ്മദിനെ കഴിച്ചാൽ എന്താ എന്ന താല്പര്യത്തിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ഇവിടെ എല്ലാം ശ്രദ്ധിക്കണം, റഹീഖുൽ മഖ്തൂം എന്ന ഒരു കിതാബുണ്ട്. ആ കിതാബിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പം ഞാൻ പറയുന്നത്. റഹീഖുൽ മഖ്തൂമിൽ കൃത്യമായിട്ട് പറയാൻ പറ്റും, ഖദീജ ബീവി തൻ്റെ ഏറ്റവും ഇൻറ്റിമേറ്റ് ഫ്രണ്ടായിട്ടുള്ള നുസൈഫ എന്നു പേരായ സഹോദരിയോട് പറയുന്നുണ്ട്, എനിക്ക് മുഹമ്മദിന് ഭയങ്കര ഇഷ്ടമായി, പിന്നെ കല്യാണം കഴിക്കണം എന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാണ്. ഈ നുസൈഫ തന്നെ ഖദീജ ബീവിയുടെ മുഖഭാവങ്ങളിലൊന്നും മറ്റൊക്കെ ചിലത് വായിച്ചെടുത്തപ്പോൾ നിരന്തരമായി ചോദിച്ചു, എന്താ ഖദീജ എനിക്ക് പറ്റിയത്, നീ ആകെ മുടഫാണല്ലോ, എന്താണ് എനിക്ക് പ്രശ്നം? അപ്പോൾ ഖദീജ ബീവി ഒരു പരിധിവരെ ഒളിപ്പിച്ച് വെക്കാൻ നോക്കി തൻ്റെ ഉള്ളിലുള്ള ആ സ്നേഹം, ഉൾക്കടമായ ആഗ്രഹം. പക്ഷേ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ എന്ന് കരുതിയിട്ട് നുസൈഫയോട് പറഞ്ഞു, എനിക്ക് മുഹമ്മദിന് കല്യാണം കഴിക്കണം എന്നുണ്ട്. അപ്പോൾ നുസൈഫ പറഞ്ഞു, എന്നെന്താ, ഞാൻ ചെന്ന് ചോദിച്ചോളാം. അങ്ങനെ നുസൈഫ തന്നെ ഡയറക്റ്റ് നബിയോട് ചെന്ന് ചോദിച്ചു എന്നാണ് ഈ പറഞ്ഞ റഹീഖുൽ മഖ്തൂം എന്ന കിതാബിൽ കാണുന്നത്. നേരെ ഡയറക്റ്റ് ചെന്ന് ചോദിച്ചു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതപ്പെട്ടു പോലും. എന്നെ ഖദീജ ബീവി കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുക, ഞാൻ ഏറ്റവും ദരിദ്രനാണ്,
ഖദീജ ബീവി നേരെ ഓപ്പോസിറ്റ്, ഏറ്റവും ഉന്നത തറവാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നയാണ്. ഇതെങ്ങനെ നടക്കും എനിക്ക് അറിഞ്ഞൂടാ. അവർക്ക് സമ്മതാണോ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ അവർക്ക് സമ്മതാണ്. എന്നാൽ നിങ്ങൾ എൻ്റെ പിതൃ സഹോദരൻ അബൂ ത്വാലിബിനോട് കാര്യങ്ങൾ അന്വേഷിക്കുക എന്ന് പറഞ്ഞു. നുസൈഫ നേരെ അബൂ ത്വാലിബിനോട് കാര്യം അന്വേഷിച്ചു എന്നാണ് അർ-റഹീഖുൽ മഖ്തൂമിലുള്ളത്. എന്നാൽ ഈ നുസൈഫ എന്ന കഥാപാത്രം സീറത്ത് ഇബ്നു ഇസ്ഹാഖ് എന്ന ആ വലിയ ഗ്രന്ഥത്തിൽ കാണുന്നില്ല. കാരണം ഇതൊരു തെറ്റിദ്ധരിക്കപ്പെടാൻ ചാൻസ് ഉണ്ടല്ലോ. കാരണം പ്രപ്പോസൽ ആര് നടത്തുന്നു? ഖദീജ ബീവി പ്രപ്പോസൽ നടത്തുന്നു. അപ്പോൾ ഇസ്ലാമിൽ അത് ന്യായമായും ഓക്കെയാണ് എന്ന് വരുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും റഹീഖുൽ മഖ്തൂമിൽ ഇങ്ങനെയാണുള്ളത്. സീറത്തുൽ ഇബ്നു ഇസ്ഹാഖിൽ അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, പക്ഷേ അത് മറ്റൊരു വഴിക്ക് അബൂ ത്വാലിബിനെ ഡയറക്റ്റ് അറിയിച്ചിട്ട് അബൂ ത്വാലിബാണ് പിന്നീട് ആ കല്യാണത്തിലേക്ക് എത്തിക്കുന്നത്. രണ്ടായാലും തരക്കേടൊന്നുമില്ല. ഏതായാലും അബൂ ത്വാലിബ് ചെന്ന് ഖദീജ ബീവിയുടെ കുടുംബത്തോട് വിഷയങ്ങൾ അന്വേഷിച്ചു. അവർക്കും ഓക്കെയാണ്, അവർക്കും തരക്കേടൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഈ യാത്ര കഴിഞ്ഞ് 2 മാസമായിട്ടുള്ളൂ. അപ്പോഴേക്ക് കല്യാണം നിശ്ചയിച്ചുറപ്പിച്ചു. അതിഗംഭീര സദ്യ ഖുറൈശി പ്രമാണികർക്കും മുളർ ഗോത്രത്തിലെ നേതാക്കന്മാർക്കും ഒക്കെ ഒരുക്കി കൊടുത്തു. സാധാരണക്കാരും എല്ലാവരും പങ്കെടുത്ത വലിയ ഒരു സദസ്സായിരുന്നു. അത്യാവശ്യം നല്ല മഹറും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിക്ക് ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിവാഹം നടന്നു. ഇവിടെ നമ്മൾ പോസ് ചെയ്യാണ്. ഇവിടെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഹബീബായ തങ്ങൾക്ക് വയസ്സ് 25, ഖദീജ ബീവിക്ക് വയസ്സ് 40. നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, എന്നാൽ കൂടി ഒന്ന് സൂചിപ്പിക്കുകയാണ്. വയസ്സ് എന്നുള്ളത് വിവാഹത്തിന് ഒരാൾക്ക് മുന്നിട്ട് നിൽക്കണം, ഒരാൾക്ക് താഴെ നിൽക്കണം എന്നുള്ളതൊക്കെ പിൽക്കാലത്ത് വന്ന സംസ്കാരങ്ങളെ തുടർന്നാണ് അതൊക്കെ ഉണ്ടായത്. അതിനു മുമ്പ് അങ്ങനെയല്ല. മനപ്പൊരുത്തുണ്ട്, ശാരീരിക പൊരുത്തുണ്ട്, എന്നാൽ വിവാഹം ആവാം എന്നതായിരുന്നു പഴയകാല പ്രാചീന ചരിത്രങ്ങളൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാക്കുന്നത്. അപ്പം ഇവർക്കിടയിൽ ഒരു 15 വയസ്സിൻ്റെ അന്തരമുണ്ട്. പക്ഷേ അതൊരിക്കലും തങ്ങളുടെ ജീവിതത്തിൽ, ലൈഫ് സ്റ്റൈലിൽ ഒരിക്കലും പ്രതിഫലിച്ചിട്ടില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഖദീജ ബീവി അതീവ സുന്ദരിയായിരുന്നു, മെല്ലിച്ച ആളായിരുന്നു, കാണാൻ നല്ല ഭംഗിയുള്ള ആളുമായിരുന്നു. 2 വിവാഹം നടന്നെങ്കിലും അതിലൊക്കെ മക്കളുണ്ടായിരുന്നെങ്കിലും അതൊന്നും തൻ്റെ സൗന്ദര്യത്തെ ബാധിച്ചിട്ട് പോലുമില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ ഹബീബായ തങ്ങൾ വിവാഹം ചെയ്തു. അവർ തമ്മിൽ ഏകദേശം 25 വർഷക്കാലത്തെ പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. 25 വർഷക്കാലം ഒന്നിച്ച്. ഒരിക്കൽ പോലും ഖദീജ ബീവിയോട് പിണങ്ങിയിട്ടില്ല മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ പോലും മാഷത്തമനി, എന്നെ ഇതുവരേക്കും ദേഷ്യം പിടിച്ചിട്ടില്ല എന്ന് ഖദീജ ബീവി പറഞ്ഞതായിട്ട് കാണാൻ പറ്റും. എന്നോട് ഒരിക്കൽ പോലും ഹബീബായ തങ്ങൾ ദേഷ്യം പിടിച്ചിട്ടില്ല, വേണ്ടാത്തത് ചോദിച്ചിട്ടില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആകെ മൊത്തം 7 മക്കളാണ്. എത്ര മക്കളാണ്? 7 മക്കൾ. അതിൽ 3 ആണും 4 പെണ്ണുമാണ്. ഇതിൽ 7 മക്കൾ ഒരാളൊഴികെ ബാക്കി 6 മക്കളും ആരിൽ നിന്ന് തന്നെയാണ്? ഖദീജ ബീവിയിൽ നിന്ന് തന്നെയാണ്. ഓരോ പ്രസവവും ഘട്ടമൊന്നും പറയാൻ സമയമില്ലാത്തതുകൊണ്ട് അതൊക്കെ ഇപ്പം ഈ സമയത്ത് തന്നെ പറഞ്ഞു പോകുകയാണ്. 1ാമത്തെ മകൻ അൽ ഖാസിം എന്നാണ്. ഹബീബായ തങ്ങളുടെ 1ാമത്തെ കുട്ടി അൽ ഖാസിം, പേര് മറക്കരുത്, അൽ ഖാസിം. ഈ ഖാസിമിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ഹബീബായ തങ്ങളെ അബുൽ ഖാസിം എന്ന് വിളിക്കപ്പെട്ടിരുന്നത്. നബിക്ക് മറ്റൊരു പേരാണ് അബുൽ ഖാസിം. അബുൽ ഖാസിം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അപ്പൊ അബുൽ ഖാസിം എന്ന് വിളിക്കപ്പെട്ടു. പിന്നീട് 2ാമത്തെ കുട്ടിയാണ് സൈനബ്. സൈനബിന്റെ വിവാഹമൊക്കെ നമുക്ക് ചരിത്രത്തിൽ ഇൻഷാ അല്ലാഹ് സമയം കിട്ടുകയാണെങ്കിൽ അതൊക്കെ പറയണം. സൈനബിന്റെ വിവാഹം എടുത്തു പറയേണ്ടതാണ്. സൈനബ് എന്ന മോള്. 3ാമത്തേത് ഉമ്മു കുൽസും. 4ാമത്തേത് റുഖിയ. പിന്നെ 5 ഫാത്തിമ. 6 പിന്നെ അബ്ദുള്ള. ഉമ്മു കുൽസുമാണ് റുഖിയാണോ ആദ്യം എന്നുള്ളത് ചെറിയൊരു സംശയമുണ്ട്. ഏതായാലും ഞാൻ നോക്കിയിട്ട് പറയാം. റുഖിയ, ഉമ്മു കുൽസും, അങ്ങനെ ആവാനാണ് ചാൻസ്. ആദ്യം റുഖിയ, പിന്നെ ഉമ്മു കുൽസും. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞുതരാം. അബുൽ ഖാസിം, പിന്നീട് സൈനബ്, പിന്നെ റുഖിയ, ഉമ്മു കുൽസും, ഫാത്തിമ, അബ്ദുള്ള. ഈ 6 മക്കൾ. 6ൽ 2 ആണും 4 പെണ്ണും. ആദ്യത്തേത് ആണാണ്, അവസാനത്തേതും ആണാണ്. ഇനി ഈ ആൺകുട്ടികൾ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആരെയും? അബുൽ ഖാസിമും പിന്നെ അബ്ദുള്ളയും നന്നേ ചെറുപ്പത്തിൽ തന്നെ പിന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതേസമയത്ത് 4 പെൺകുട്ടികളും, ഈ സൈനബും ഉമ്മു കുൽസുമും റുഖിയയും ഫാത്തിമയും, അവർ ഹബീബായ തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്ന കാലത്തുണ്ട്. അതായത്
നബിയോട് കൂടെ മുസ്ലിം ആയിട്ടുണ്ട്. ഈ ഘട്ടം എന്നുള്ളത് മുസ്ലിം എന്നുള്ളൊരു സിസ്റ്റം അവിടെ ഇല്ല. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. വിഭാഗങ്ങൾക്ക് ഈ 40 വയസ്സ് വരേക്കും നബിയെ വിശ്വസിച്ചവർ അല്ലാത്തവർ എന്ന കാറ്റഗറി ഒന്നുമില്ല. കാരണം ഇസ്ലാമിന്റെ പ്രബോധനങ്ങളോ ഇസ്ലാം എന്തെന്നുള്ളതോ നബുവത്തിന് ശേഷം മാത്രമേ വന്നിട്ടുള്ളൂ. സ്വാഭാവികമായിട്ടും അതിന് മുമ്പുള്ള ആളുകളുടെ വിഷയത്തിൽ നമുക്ക് നരകത്തിലോ സ്വർഗത്തിലോ എന്നൊന്നും പറയാൻ കഴിയില്ല. അവരെ കുറിച്ച് അഹ്ലുൽ ഫിത്ര എന്ന് പറയാം. ഫിത്രത്തിന്റെ ഘട്ടത്തിലുള്ളവർ, അതായത് ഒരു പ്രവാചകൻ വന്നു പോയിട്ടില്ലാത്ത കാലം, ദേശം, അവരെ കുറിച്ചാണ് ഫിത്രത്തിന്റെ അഹ്ലുകാർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആമിന ബീവി നരകത്തിലാണെന്നും പറയേണ്ട, സ്വർഗത്തിലാണെന്നും പറയേണ്ട. അബൂ ത്വാലിബിനെ സംബന്ധിച്ചും അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അബൂ ത്വാലിബിനെ കുറിച്ച്, അബൂ ലഹബിനെ കുറിച്ചല്ല. ഏതായാലും അത് നമ്മുടെ വിഷയമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കെ നുബുവത്ത് ലഭിക്കുന്നൊക്കെ മുമ്പേ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഈ രണ്ട് ആൺകുട്ടികളും. പിന്നെ മാത്രമല്ല, നുബുവത്തിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തന്റെ 40-ാമത്തെ വയസ്സിന് മുമ്പ് തന്നെ ഈ 6 മക്കളും ജനിച്ചിട്ടുണ്ട്. ഇനി ഈ 4 പെൺമക്കള് ഹബീബിന്റെ കൂടെ ഹിജ്റ പോയവരാണ്. ഹബീബിന്റെ കൂടെ മദീനയിൽ വന്ന് താമസിച്ചവരാണ്. ഈ 4-ൽ 3 പെൺകുട്ടികളും ഹബീബ് ജീവിച്ചിരിക്കെ വഫാത്തായവരാണ്. ഇല്ല, 4-ൽ ഒരാൾ ഒഴികെ, ഫാത്തിമ ബീവി ഒഴികെ ബാക്കി എല്ലാവരും ഹബീബിന്റെ ജീവിതകാലത്ത് തന്നെ വഫാത്തായവരും കൂടെയാണ്. ഇതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖദീജ ബീവിയുമായി ബന്ധപ്പെട്ട ആ കല്യാണത്തിന്റെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഈ 25 വർഷങ്ങൾക്ക് ശേഷം പിന്നീട് വളരെ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് തന്റെ 35-ാമത്തെ വയസ്സിലാണ്. അതിനിടക്കൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ എല്ലാം കൂടെ നമ്മൾ കൂട്ടിയിട്ട് പോയാൽ ഇത് ഈ അടുത്ത കാലത്തൊന്നും തീരൂല്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി അടുത്തത് കഅബ പുനർനിർമ്മിക്കലും മറ്റൊക്കെയാണ് തന്റെ 35-ാം വയസ്സിൽ നടക്കുന്നത്. ഏതായാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.